എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ഇലക്ഷന് മുന്നോടിയായി ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചപ്പോൾ പതിവിൽ നിന്നും വ്യത്യസ്തമായി 2 മാസത്തെ റേഷൻ വിതരണമാണ് ആരംഭിച്ചത്. റേഷൻ കാർഡുള്ള എല്ലാ ആളുകൾക്കും ഏപ്രിൽ മാസത്തെ റേഷനോടൊപ്പം മെയ് മാസത്തെ റേഷൻ വാങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ മാസത്തെ പ്രത്യേകത. അടുത്ത 4-ാം തീയതിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത്. അത് കഴിഞ്ഞ് പുതിയ സർക്കാർ, അത് LDF ആയാലും UDF ആയാലും പുതിയ സർക്കാരാണ് അധികാരത്തിൽ വരിക. ആ ആദ്യ മാസത്തിൽ റേഷൻ ഉണ്ടാകില്ല. ഈ മാസം വാങ്ങിയിട്ടില്ല എങ്കിൽ മെയ് മാസത്തിൽ വാങ്ങാം എന്ന് മാത്രം. നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന റേഷൻ 2 മാസത്തേതായി വർദ്ധിപ്പിച്ചപ്പോൾ ചില സാധനങ്ങളിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. 2 മാസത്തേത് ഒരുമിച്ച് ലഭിക്കുമ്പോൾ കൂടുതൽ അരി വിഹിതം ലഭിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല. അടുത്ത മാസം നമുക്ക് ലഭിക്കേണ്ട വിഹിതം മുൻകൂറായി ലഭിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 2 തവണയായി റേഷൻ കടയിലേക്ക് പോകുന്നത് ലാഭിക്കാം എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ടുള്ള നേട്ടം. മഞ്ഞ റേഷൻ കാർഡിന് തുടർച്ചയായി വിതരണം ചെയ്തു വന്നിരുന്ന പഞ്ചസാര ഈ 2 മാസങ്ങളിലും ഇല്ല എന്നുള്ളത് പ്രത്യേകതയാണ്. അതുപോലെ ആട്ട, 4 ആട്ട ലഭിച്ചിരുന്നത് 2 മാസത്തേക്ക് 6 ആയി. അതായത് 2 ആട്ട ഓരോ മാസത്തിലും കുറച്ചിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ മാസം 4-ാം തീയതി മുതൽ വിതരണം ആരംഭിച്ചത് ഏപ്രിൽ മാസത്തെ റേഷൻ അവസാനിക്കുന്ന ദിവസവും റേഷൻ വിതരണം അവസാനിക്കില്ല എന്നുള്ളത് പ്രത്യേകതയാണ്. മെയ് മാസം 30 വരെ ഏപ്രിൽ മാസത്തെ റേഷനും മെയ് മാസത്തെ റേഷനും ഒരുമിച്ച് വാങ്ങാം എന്നുള്ളതാണ്. ഈ മാസത്തെ, അതായത് ഏപ്രിൽ മാസത്തെ റേഷൻ ഈ മാസം വാങ്ങിയിട്ടില്ല എങ്കിൽ കുഴപ്പമില്ല. അടുത്ത മാസം, അതായത് മെയ് 30-ന് മുമ്പ് ഈ മാസത്തെയും റേഷൻ ലഭിക്കുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. 2 മാസത്തെ റേഷൻ വിതരണം 2 തവണകളായി നമ്മൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. 2 ബില്ലാണ് ലഭിക്കുന്നത്. ഈ പോസ്റ്റ് മെഷീനിൽ 2 പ്രാവശ്യം വിരൽ അമർത്തണം എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും റേഷൻ വിതരണം ആരംഭിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ സപ്ലൈകോയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാം. സപ്ലൈകോയിൽ നിന്നും വിഷു ചന്തകൾ ആരംഭിച്ചിട്ടുണ്ട്. 18-ന വിഷു ചന്തകൾ പ്രത്യേക വിലക്കുറവുണ്ട്. അതുപോലെ 1001 രൂപക്ക് 16 ഇനങ്ങൾ അടങ്ങിയ 1250 രൂപ വില വരുന്ന വിഷു കൈനീട്ട കിറ്റുണ്ട്. അതുകൂടാതെ 13 ഇനം സബ്സിഡി സാധനങ്ങളും 20 കിലോ അരി 25 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. ഇതെല്ലാം സ്റ്റോക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വോട്ടെടുപ്പ് കഴിഞ്ഞ മഷി കാണിച്ചു കൊടുത്താൽ 1 രൂപക്ക് പുട്ടുപൊടി ലഭിച്ചിരുന്നു. ഇന്നലെയും ഇന്നുമായിരുന്നു അത് ലഭിച്ചിരുന്നത്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു സമയത്ത് നിങ്ങളെ അറിയിച്ചിരുന്നു. അപ്പോൾ ആരെങ്കിലും അങ്ങനെ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇപ്പോൾ സംസ്ഥാനത്ത് ഏപ്രിൽ മെയ് മാസത്തെ റേഷൻ വിതരണവും ഏപ്രിൽ മാസത്തെ വിഷു കിറ്റും അതുപോലെ തന്നെ 13 ഇനം സബ്സിഡി സാധനങ്ങളുടെയും അരിയുടെയൊക്കെ വിതരണം തുടങ്ങിയിട്ടുണ്ട്. പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.